നരേന്ദ്രമോദിയുടെ 11ാം ഭരണ വാർഷികത്തോടനുബന്ധിച്ച് രാജ്യം വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്ക് കുതിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വികസന പദ്ധതിയിലൂടെ ഇടുക്കി ജില്ലയും മുന്നേറുകയാണെന്ന് ബിജെപി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ, ബിജെപി ഇടുക്കി സൗത്ത് ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ് എന്നിവർ ചെറുതോണിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. 2023 കേന്ദ്ര സർക്കാർ പാസാക്കിയ വനസംരക്ഷണ നിയമഭേദഗതിയിലൂടെ ജില്ലയിലെ ഏറ്റവും വലിയ ജനകീയ പ്രശ്നമായ ഭൂപ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണാൻ കഴിഞ്ഞെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ സാധാരണക്കാർക്ക് സുരക്ഷിതമായ വീടുകൾ നൽകി. കിസാൻ സമ്മാൻ പദ്ധതിയിലൂടെ വർഷം 6000 രൂപ വീതം അർഹതപ്പെട്ടവർക്ക് നൽകുന്നുണ്ട്. ഇടുക്കിയിൽ 71,624 പേർക്ക് തുക നൽകുന്നുണ്ടെന്നും ഉജ്ജ്വൽ യോജനയിലൂടെ നിരവധി വീട്ടമ്മമാർക്ക് സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുകയും 80% സബ്സിഡി നിരക്കിൽ കർഷക സംഘങ്ങൾക്ക് 10 കോടി രൂപ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. ഭാരത് മാല പദ്ധതി പ്രകാരം തടിയമ്പാട് 32 കോടി രൂപ ചെലവിൽ പാലവും ചെറുതോണിയിൽ 25 കോടിയുടെ പാലവും നിർമ്മിച്ചു. കട്ടപ്പനയിൽ 125 കോടി രൂപ ചെലവിൽ 100 കിടക്കകളുള്ള ESI ഹോസ്പിറ്റൽ നിർമ്മാണം ആരംഭിച്ചതായും ഭാരവാഹികൾ പറഞ്ഞു. നമ്മുടെ അടുത്ത പഞ്ചായത്തുകളിൽ തന്നെ വാഴത്തോപ്പ് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ അതിന് 4000 കുടിവെള്ള കണക്ഷൻ സൗജന്യമായി കൊടുത്തു. എല്ലാ ആളുകൾക്കും സൗജന്യമായ കുടിവെള്ള കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി വളരെ കൃത്യമായി നടന്നു പോകുന്നുണ്ട്. അതുപോലെ വാഗമൺ ടൂറിസത്തിനായിട്ട് 100 കോടി രൂപയാണ് മാറ്റിവെച്ചത്. കട്ടപ്പനയിൽ 125 കോടി രൂപയുടെ ESIയുടെ ആശുപത്രിയാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള നടപടികളുമായിട്ടാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആകമാനം എടുത്തു പറഞ്ഞാൽ ഈ ജില്ലയെ പ്രത്യേകമായി ടൂറിസത്തിൻ്റെ കാര്യത്തിലായാലും വികസനത്തിൻ്റെ കാര്യത്തിലായാലും പാവപ്പെട്ട, പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ഇടവലക്കുടി പോലെയുള്ള ട്രൈബൽ പഞ്ചായത്ത്, അവിടെ ശ്രീ സുരേഷ് ഗോപിയുടെ ഫണ്ടിൽ തന്നെ 72 ലക്ഷം രൂപയുടെ കുടിവെള്ള പദ്ധതി അദ്ദേഹം നേരിട്ട് നടപ്പിലാക്കി. കൂടാതെ വട്ടവട, ഈ ജില്ലയിലെ എല്ലാ പിന്നോക്ക പ്രദേശങ്ങളിലും ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളമായാലും വൈദ്യുതി ആയാലും റോഡായാലും അതുപോലെ പെൻഷനായാലും എല്ലാ കാര്യങ്ങളും, കർഷകരുടെ പെൻഷനായാലും ശരി, ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാഗമൺ ടൂറിസത്തിന് 100 കോടി രൂപയും അനുവദിച്ചു. ആയുഷ്മാൻ ഭാരത്, മുദ്ര യോജന, PMGSY, കിസാൻ ക്രെഡിറ്റ് കാർഡ്, വിള ഇൻഷുറൻസ്, ജലസേചന പദ്ധതിയിലൂടെ കാർഷിക രംഗത്തും, ആയുഷ്മാൻ പദ്ധതിയിലൂടെ ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനൌഷധി മെഡിക്കൽ സ്റ്റോറുകൾ, പോഷൺ പദ്ധതിയിലൂടെ പോഷൺ അഭിയാൻ തുടങ്ങിയവ ആരോഗ്യ മേഖലയിലും വികസനം ഉറപ്പാക്കി. 12 കോടി രൂപ ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതിനും 68 ലക്ഷം വഴിയോര കച്ചവടക്കാർക്ക് 52.5 കോടി രൂപ മുദ്ര വായ്പയായി സർക്കാർ നൽകിയതായും ഭാരവാഹികൾ പറഞ്ഞു. കേന്ദ്ര സർക്കാർ 11 വർഷം കൊണ്ട് നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കുവാൻ പ്രചാരണങ്ങൾ നടത്തുമെന്നും LDFും UDFും ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി കബളിപ്പിക്കുമ്പോൾ BJP സർക്കാർ നടപ്പാക്കിയ വികസനമാണ് ജനങ്ങളിലെത്തിക്കുന്നതെന്നും ഭാരവാഹികളായ ന്യൂനപക്ഷ ദേശീയ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് നോബിൾ മാത്യു, K. കുമാർ, D. സന്തോഷ് കുമാർ, ലീന, അമ്പിളി രാജു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി.